അമീബിക് മസ്തിഷ്ക ജ്വരം. അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയുമാണ് ചെയ്യുന്നത്. ഇത് ഗുരുതരമാകുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ജപ്പാൻ ജ്വരം, നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്ക ജ്വരം ആവുകയാണ്. അത്തരത്തിൽ അമീബ മൂലം മസ്തിഷ്ക ജ്വരം വരുന്ന അവസ്ഥയാണിത്. വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യനിൽ രോഗം ഉണ്ടാക്കാറുള്ളൂ. പലതരം അമീബകൾ രോഗകാരികൾ ആവാമെങ്കിലും നെക്ലേറിയ, ഫൗലേറിയ പോലുള്ളവയാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുന്നത്. ഇനി മസ്തിഷ്ക ജ്വരം അഥവാ ആ രോഗം എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളം ആകുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലെത്തുന്നത്. രോഗകാരിയായ അമീബ ഉള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നതും വഴി മാത്രമാണ് രോഗാവസ്ഥ ഉണ്ടാവുന്നത്. ഇത്തരം അമീബയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നകരമല്ല എന്നു മാത്രമല്ല അത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നവയുമല്ല. സാധാരണ ഇത്തരം അമീബകൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. തണുപ്പ് കാലത്ത് അവ പ്രകടമായതിനു പിന്നിലെ കാരണം കണ്ടെത്തുന്നതിനായി വിദഗ്ധ പരിശോധന നടത്തേണ്ടി വരും. സാധാരണയായി അമീബ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ കരളിന് പഴുപ്പോ ഒക്കെയാണ്. അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുക. എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന അമീബ ശരീരത്തിലെത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. ഇനി ലക്ഷണങ്ങളും രോഗനിർണയവും എങ്ങനെയാണെന്ന് നോക്കാം. 2 ഘട്ടങ്ങളായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക. ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ഛർദി മുതലായവയാണ് കാണപ്പെടുക. പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകാറില്ല. 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം, ഓർമ്മ നഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും ചെയ്യുക. നിപ്പ, വെസ്റ്റ് നൈൽ തുടങ്ങിയവയ്ക്ക് PCR ടെസ്റ്റും മറ്റും ചെയ്യുന്നതിന് ശേഷമാണ് രോഗനിർണയം നടത്താനാവുക. എന്നാൽ ഇവിടെ മൈക്രോസ്കോപ്പിക് പരിശോധനയിലൂടെ തന്നെ അമീബയുടെ സാന്നിധ്യം വ്യക്തമാകും. എന്നാൽ ഈ പരിശോധന പലപ്പോഴും നടക്കുന്നത് വളരെ വൈകിയതിനു ശേഷമായിരിക്കും എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. എന്നാൽ മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് വെച്ചാൽ അണുബാധ ഏറ്റയാൾ മരണസാധ്യത കൂടുതലാണ് എന്നതിലാണ് പ്രധാന വെല്ലുവിളി. ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ 100% അടുത്താണ് മരണനിരക്ക്. അതായത് വെറും 4-5 കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടാവുക. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് രോഗം വഷളാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും എന്നതാണ്. മറ്റൊന്ന് ഫംഗസ്, ബാക്ടീരിയ ട്രീറ്റ്മെൻറ്റിനെ കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാനാവുന്നു എന്നതാണ്. രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിനുതകുന്ന മരുന്ന് നൽകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ പലപ്പോഴും രോഗനിർണയം വൈകുന്നതും സാധാരണമല്ലാത്ത രോഗമായതിനാൽ കൊടുക്കേണ്ട മരുന്നുകളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യതയില്ലായ്മയുമൊക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. പലപ്പോഴും വൈറൽ പനിയാണ് എന്നു കരുതി സ്വയം ചികിത്സ നടത്തി അപസ്മാരമൊക്കെ ആയതിനു ശേഷമാകും ഡോക്ടർമാരുടെ അടുത്തെത്തുക. അപ്പോഴേക്കും സമയം ഏറെ വൈകിട്ടുണ്ടാകും. ഇനി പ്രതിരോധം എങ്ങനെയാണെന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, വൃത്തിയില്ലാത്ത വെള്ളം, മൂക്കിലൂടെയും മറ്റു വെള്ളമൊഴിക്കുക തുടങ്ങി സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരം അമീബ ശരീരത്തിലേക്ക് എത്തുക. അതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക, രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണം നടത്തുക എന്നിവ പാലിക്കേണ്ടത് പ്രധാനമാണ്. ഇതിനു മുമ്പ് സംസ്ഥാനത്ത് 5 പേർക്ക് ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. 2016 ആലപ്പുഴ ജില്ലയിൽ തിരുമല വാർഡിൽ ഒരു കുട്ടിക്ക് ഇതേ രോഗം ബാധിച്ചിരുന്നു. 2019 2020 മലപ്പുറത്തും 2020 കോഴിക്കോടും 2022 തൃശ്ശൂരും ഈ രോഗം ബാധിച്ചിരുന്നു.